ഹായ്, എല്ലാവർക്കും നമസ്കാരം. വിസ്മയ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എൻ്റെ പേര് ഷിബു സുദേവ്. ഞാനൊരു നേഴ്സാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ കഥ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ എങ്ങനെ ഒരു നേഴ്സായി, ജീവിതം എന്നെ നേഴ്സാക്കി, അതെങ്ങനെയെന്ന് കേൾക്കാം. സ്കൂൾ കാലം മുതൽ തന്നെ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു ഈ വൈറ്റ് കോട്ടൊക്കെ ധരിച്ച് രോഗികളെ സുഖപ്പെടുത്തുന്ന, രോഗികളുടെ സൂപ്പർ ഹീറോയായി മാറുന്ന നമ്മുടെ ഡോക്ടർമാരെ പോലെ ആകണമെന്ന് എനിക്ക് വളരെ വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. പക്ഷെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എൻട്രൻസ് എക്സാം, മാർക്ക്, കോമ്പറ്റീഷൻ, അങ്ങനെ ഡോക്ടറാകാനുള്ള എൻ്റെ മോഹം വളരെ വളരെ ദൂരെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻട്രൻസ് എക്സാം എഴുതിയായിരുന്നു കേട്ടോ. പക്ഷേ അതിന് റാങ്ക് ലിസ്റ്റിനകത്ത് പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സീറ്റ് കിട്ടാനുള്ള അത്രയും വലിയ റാങ്കൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ലോ റാങ്കിലേക്കായിരുന്നു ഞാനന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ കാരണം ഞാൻ ഈ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ അമ്മ ഒരു കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയായിരുന്നു, അപ്പൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അതായത് അപ്പനെന്ന് പറഞ്ഞാൽ പാറ ബ്രേക്ക് ചെയ്യുന്ന ജോലിയായിരുന്നു എൻ്റെ അപ്പൻ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫാമിലിയിൽ ഡെയിലി ഓരോ ദിവസം കടന്നു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്കൊരു എൻട്രൻസ് എക്സാം കോച്ചിങ്ങിന് പോകാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും ഒന്നും ആവശ്യപ്പെടാറില്ല. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയായിരുന്നു ഞാനും മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നത്. 10ാം ക്ലാസ്സിൽ എനിക്ക് ഡിസ്റ്റിങ്ഷൻ അടിപ്പിച്ച് മാർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പ്ലസ് ടുവിന് സയൻസ് ബാച്ച് കിട്ടി. അത് ഞാനൊരു അനുഗ്രഹമായി കരുതി. കാരണം എനിക്ക് എൻ്റെ അടുത്ത സ്റ്റെപ്പ് ഡോക്ടർ ആകണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് കടക്കാനുള്ള ഒരു സ്റ്റെപ്പാണ് സയൻസ് ബാച്ച് എന്ന് ഞാൻ കരുതിയിരുന്നു. അങ്ങനെ സയൻസ് ബാച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു സുവോളജി എന്ന് പറയുന്നത്. സുവോളജി ക്ലാസ്സിൽ ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കാരണം അവിടെ പാറ്റേനെ കീറുക, തവളേനൊക്കെ കീറി പാറ്റേനൊക്കെ കീറിയിട്ട് അതിൻ്റെ പാർട്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഓരോ പാർട്സ് ഒക്കെ എടുത്ത് പഠിക്കുക, അത് ഞാൻ വളരെ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ ഉള്ളിൽ എനിക്ക് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു ഡോക്ടറാണ്. അങ്ങനെയാണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി ഞാൻ പ്ലസ് ടു പാസ്സായി. അതിനുശേഷം ഞാൻ എൻട്രൻസ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു. അത് കോച്ചിങ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ എൻട്രൻസ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ പക്ഷേ എന്നിട്ടും എനിക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സീറ്റ് കിട്ടാനുള്ള, കേരളത്തിൽ എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ MBBSന് സീറ്റ് കിട്ടാനുള്ള അത്രയും റാങ്കൊന്നുമില്ല. വളരെ ലോ റാങ്കിലായിരുന്നു എൻ്റെ പേരുണ്ടായിരുന്നത്. സോ അപ്പോഴേ ഞാൻ ആ ആഗ്രഹം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും പ്രൈവറ്റായിട്ട് പോകാമെന്ന് കരുതി. പ്രൈവറ്റായിട്ട് അങ്ങനെ പോണ്ടിച്ചേരിക്ക് ഒരു അവസരം കിട്ടുന്നു. പോണ്ടിച്ചേരിക്ക് പോകാൻ ഒരു അവസരം കിട്ടുന്നു. അവിടെ MBBS എടുക്കാമെന്ന ഒരു ഏജൻസി പറയുന്നു. അങ്ങനെ ഏജൻസിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ 15 ലക്ഷം രൂപയാണ് ആദ്യം ചോദിച്ചത്. അങ്ങനെ ബാങ്കുകാരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുന്നു. ബാങ്കുകാരായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബാങ്കുകാർ അത് വളരെ പെട്ടെന്ന് തന്നെ നിരസിച്ചു. കാരണം എൻ്റെ വീടും അവർക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രോപ്പർട്ടി അതൊക്കെ നോക്കിയിട്ടായിരുന്നു അവർ ഈ എഡ്യൂക്കേഷൻ ലോണ് പാസ്സാക്കുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവർ അത് റെഡിയാക്കാൻ ബാങ്കുകാർ വിസമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം പിന്നെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ആഗ്രഹത്തിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അമ്മ ഒരിക്കലും എന്നെ അത് സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുക എന്ന് പറയുന്നതിനുള്ളൊരു സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ ഇല്ല. കാരണം അമ്മ ഇറങ്ങിപ്പോയിട്ട് വേണം, അല്ലെങ്കിൽ അച്ഛൻ ഇറങ്ങിപ്പോയിട്ട് വേണം നമുക്ക് അന്നത്തെ ദിവസം ഫുഡ് കഴിക്കാൻ തന്നെ. അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ സാഹചര്യം. അപ്പോൾ അമ്മ ഡിഗ്രിക്ക് പോകാനാണ് എന്നെ നിർബന്ധിച്ചത്. അമ്മയ്ക്ക് താല്പര്യം ഞാൻ ഡിഗ്രിക്ക് പോകണം. കാരണം അമ്മയ്ക്ക് ഇത്രയും പൈസ കൊടുത്തൊന്നും അമ്മയ്ക്ക് പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹത്തിനൊപ്പം നിന്നു. അപ്പോൾ ഡോക്ടറേറ്റ് എനിക്ക് എന്തായാലും അവിടെ വെച്ച് നടക്കില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാനും അച്ഛനും കൂടെ വേറൊരു ഏജൻസിയെ കണ്ടു.
അങ്ങനെ ഞാൻ നേഴ്സിംഗ് ഫീൽഡിലേക്ക് വരികയാണ്. അങ്ങനെ നേഴ്സിങ്ങിനെ ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, മെഡിക്കൽ ഫീൽഡിലേക്ക് എനിക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പാണ് നേഴ്സിംഗ്. അങ്ങനെ ഞാൻ നേഴ്സിംഗ് ഫീൽഡിലേക്ക് വരുന്നു. അങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ പാസ്സാവുന്നു. പിന്നെ ഞാൻ കർണാടകയിലേക്ക് ബെല്ലാരിയിലേക്ക് നേഴ്സാകാൻ ബെല്ലാരിയിലേക്ക് ട്രാവൽ ചെയ്തു. അപ്പോഴാണ് ഞാൻ എൻ്റെ സ്വപ്നത്തെ അനലൈസ് ചെയ്യാൻ തുടങ്ങിയത്. ഡോക്ടർ എന്നാൽ ഈ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരാൾ മാത്രമാണ്. എന്നാൽ ആ ട്രീറ്റ്മെൻറ്റ് നടപ്പിലാക്കുന്നത്, ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെൻറ്റിനെ നടപ്പിലാക്കുന്നത് ഒരു നേഴ്സാണ് എന്നുള്ള സത്യം. 24 മണിക്കൂറും ഒരു പേഷ്യൻറ്റിനോടൊപ്പം നിൽക്കാനും അവരെ സംരക്ഷിക്കാനും അവരെ പരിചരിക്കാനും അവർക്കൊരു കരുതലിൻ്റെ കൈത്താങ്ങാകാനും കഴിയുന്നത് ഒരു നേഴ്സിനാണ്. അതൊരു നേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബെല്ലാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗിൽ, ബെല്ലാരി എന്ന് പറയുന്ന കർണാടകയിൽ ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് തോന്നിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ സ്വപ്നങ്ങളെക്കാൾ ചെറുതല്ലേ എന്നായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷേ ഞാനൊരു രോഗീനെ നോക്കാൻ തുടങ്ങിയ സമയം മുതൽ, ഒരു രോഗികളോട് ഞാൻ ഇടപെടാൻ തുടങ്ങിയ സമയം മുതൽ, അവർക്ക് മരുന്ന് കൊടുക്കാൻ തുടങ്ങിയ സമയം മുതൽ, അവർക്ക് അവരുടെ കഷ്ടപ്പാടിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ സമയം മുതൽ, അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത രോഗികളെ കൈപിടിച്ച് നടത്താൻ തുടങ്ങിയ സമയം മുതൽ, ആഹാരം കഴിക്കാൻ കഴിയാത്ത രോഗികൾക്ക് ആഹാരം വാരി കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഡോക്ടറിനേക്കാളും എത്രയോ വലുതാണ് ഈ നേഴ്സ് എന്നത്. അങ്ങനെ ഞാൻ നേഴ്സിങ്ങിനെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നേഴ്സിംഗ് ഫീൽഡിൽ എനിക്ക് വലിയ വലിയ പൊസിഷനിലും വലിയ വലിയ സ്ഥാനങ്ങളിലും എത്താൻ കഴിയുമെന്നും മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടറിനേക്കാളും വലിയ ഒരു പങ്കാണ് നേഴ്സിന് വഹിക്കാനുള്ളതെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നേഴ്സിങ്ങിനെ ജോയിൻ ചെയ്യുന്ന കാലത്താണ്, ആ സമയത്താണ് നേഴ്സിങ്ങിനെ കുറിച്ച് ഒരുപാട് പേര് മനസ്സിലാക്കുന്നതും നേഴ്സിങ്ങിലേക്ക് ആദ്യം ബോയ്സ് കടന്നു വരുന്ന ഒരു സമയമായിരുന്നു. അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഗേൾസ് മാത്രം ഉണ്ടായിരുന്ന ഒരു ഫീൽഡാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഈ നേഴ്സിങ്ങിന് വളരെ വിപുലമായതും ബോയ്സ് ആ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ആ സമയത്ത് ഞാനും നേഴ്സിങ്ങിന് ജോയിൻ ചെയ്തു. എനിക്ക് നേഴ്സിംഗ് പഠിക്കാനായിട്ട് ബാങ്കിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നത്. 3.5 ലക്ഷം രൂപയാണ് എനിക്ക് അന്ന് അവർ അനുവദിച്ച് തന്നിരുന്നത്. ഏതാണ്ട് 5-5.5 ലക്ഷം രൂപയായി. ബാക്കി എൻ്റെ അച്ഛനും അമ്മയും കൂടെ കഷ്ടപ്പെട്ടാണ് അവരെന്നെ പഠിപ്പിച്ചത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ നേഴ്സിങ്ങിന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. അത് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് മോസ്റ്റ്ലി ഉണ്ടായിരുന്നത്. ഞാൻ ലീവ് ഉള്ള സമയത്ത് നാട്ടിൽ പോകും. നാട്ടിൽ പോയിട്ട് ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഈ റോഡ് താറിടുന്ന പണിക്ക് അമ്മ പോകുമായിരുന്നു കേട്ടോ. അതായത് അമ്മ മെറ്റിൽ ചുമന്ന് ചെറിയ ചിപ്സ് ഉണ്ടല്ലോ, മെറ്റിൽ ചിപ്സ്, അത് റോഡിൽ കൊണ്ട് ഇടുന്ന ജോലിക്ക് അമ്മ പോകുമായിരുന്നു. അന്ന് ഏകദേശം അമ്മയ്ക്ക് രാവിലെ 8 മണിക്ക് ജോലി കയറി കഴിഞ്ഞാൽ 5 മണിയാകുമ്പോൾ ജോലി തീരും. അമ്മയ്ക്ക് ഒരു ദിവസം 700-750 രൂപ അമ്മയ്ക്ക് കിട്ടും. പിന്നെ ഫുഡും കിട്ടുമായിരുന്നു. അങ്ങനെ ആ അമ്മയുടെ കൂടൊപ്പം ഞാൻ ലീവിന് നാട്ടിൽ പോകുമ്പോൾ, നേഴ്സാണ് ഞാൻ, നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലീവിന് നാട്ടിൽ പോകുമ്പോൾ അമ്മയോടൊപ്പം ജോലിക്ക് പോയിട്ടുണ്ട്. ഈ ജോലിക്ക് താറിടാൻ പോകുന്ന ജോലിക്ക് പോയിട്ടുണ്ട്. അത് അമ്മ ഇങ്ങനെ ഇത് ചുമക്കുമ്പോൾ ഞാനത് മെറ്റിൽ വെട്ടിക്കോരി കൊട്ടയിൽ വെച്ച് പിടിച്ച് തലയിൽ വെച്ച് പിടിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു എനിക്ക്. അന്ന് ആ കോൺട്രാക്ടറോട് അമ്മ സംസാരിച്ചിട്ട് അമ്മ എന്നെയും കൊണ്ടുപോയി. അങ്ങനെ കുറേ പൈസ ഞാൻ അങ്ങനെ ലീവ് സമയത്ത് അങ്ങനെയൊക്കെ പൈസ സമ്പാദിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൊച്ചച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അനിയൻ മരം മുറിപ്പ് പണിയായിരുന്നു. മരം മുറിച്ച് അത് മില്ലിൽ കൊണ്ടു കൊടുക്കുന്നൊരു ഇതായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ കൊച്ചച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഈ മരം മുറിച്ച് അങ്ങനെ മരത്തിനെ മുറിച്ച് അത് പീസാക്കിയിട്ട് ഇങ്ങനെ തോളിൽ ലോഡ് ചെയ്ത് വണ്ടിക്ക് ഇതാക്കിയിട്ട് അത് മില്ലിൽ കൊണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് കാശ് കിട്ടുമ്പം കൊച്ചച്ഛൻ എനിക്ക് പൈസ തന്നിട്ടുണ്ട്. ആ പൈസയൊക്കെ ആയിട്ട് ഞാൻ കോളേജിൽ പോയി കൂട്ടുകാരപ്പോടൊപ്പം അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ചു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ്
ഈ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഈ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഞാൻ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആകണം എന്ന ഒരു പ്രൊഫഷനായിരുന്നു. അതിൽ നിന്ന് എത്രയോ മഹത്തരമായ, എത്രയോ വളരെ മനോഹരമായ ഒരു സേവനമാണ് നേഴ്സിംഗ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാനൊരു നേഴ്സായി. ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയും, ഞാനൊരു നേഴ്സാണ്. ഞാനൊരു ഡോക്ടറാകാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ദൈവം എന്നെ മനോഹരമായ എൻ്റെ ജീവിതം ഒരു വഴിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ എന്നെ ദൈവം ഒരു നേഴ്സാക്കി. അതിനാൽ നിങ്ങൾ ആരെങ്കിലും നേഴ്സിംഗ് കരിയറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു ജോലിയല്ല, അതൊരു സേവനവും അനുഗ്രഹമാണ്. അത് മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. നേഴ്സുമാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ പുതിയ കഥകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. എൻ്റെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.